റെസണൻസ് ഓഫ് LCR സർക്യൂട്ട്. ഈ റെസണൻസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമ്മളൊരു പക്ഷേ മുന്നേ കേട്ടിട്ടുള്ളതായിരിക്കും. എന്താണ് റെസണൻസ്? എന്താണ് റെസണൻസ് കണ്ടീഷൻ? ഏതെങ്കിലും ഒരു ഡിവൈസ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് തരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഡിവൈസ് റെസണൻസിലാണ്. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് LCR സർക്യൂട്ടാണ്. നമ്മൾ അങ്ങോട്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് EMF അപ്ലൈ ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറൻറ്റ് അവിടെ ഉണ്ടാകുന്നു. ഒരു LCR സർക്യൂട്ട് റെസണൻസിലാണെന്ന് പറയണമെങ്കിൽ LCR സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന EMFനനുസരിച്ച് ഉണ്ടാകുന്ന കറൻറ്റ് മാക്സിമം ആയിരിക്കണം. ഒരിക്കൽ കൂടി പറയാം, ഏതെങ്കിലും ഒരു ഡിവൈസോ അതല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ മാക്സിമം ഔട്ട്പുട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് റെസണൻസ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് റെസണൻസ് കണ്ടീഷൻ. നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ഒരു സീരീസ് LCR സർക്യൂട്ടാണ്. ഈ LCR സർക്യൂട്ട് റെസണൻസിലാണ് എന്ന് പറയുകയാണെങ്കിൽ LCR സർക്യൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കറൻറ്റ് മാക്സിമം ആയിരിക്കണം. ഒരു ഓൾട്ടർനേറ്റിംഗ് EMF അപ്ലൈ ചെയ്യുന്നു, E=E0 sin ωt എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് EMF അപ്ലൈ ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന കറൻറ്റ് മാക്സിമം ആണെങ്കിൽ ആ LCR സർക്യൂട്ട് റെസണൻസിലാണ്. ഇനി ആ LCR സർക്യൂട്ടിനെ റെസണൻസിലേക്ക് എത്തിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു LCR സർക്യൂട്ട്, സീരീസ് LCR സർക്യൂട്ട് റെസണൻസിലെത്തുന്നത്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. ടോപ്പിക്ക് നോക്കുക, റെസണൻസ് ഓഫ് LCR സർക്യൂട്ട്. എന്താണ് റെസണൻസ് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം ഒരു LCR സർക്യൂട്ട് റെസണൻസിലാണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? A series LCR circuit is said to be in resonance condition when the current through it has its maximum value. ഒരു സീരീസ് LCR സർക്യൂട്ട് റെസണൻസിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ LCR സർക്യൂട്ടിൽ കൂടി പോകുന്ന കറൻറ്റിന് മാക്സിമം വാല്യൂ ആയിരിക്കും. ആ കണ്ടീഷന് വിളിക്കുന്ന പേരാണ് റെസണൻസ്. ആ LCR സർക്യൂട്ട് ഇപ്പോൾ റെസണൻസിലാണെന്ന് പറയാനായിട്ട് സാധിക്കും. ദ മാക്സിമം കറൻറ്റ് I0, അതായത് E=E0 sin ωt എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് EMF അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കറൻറ്റ് കിട്ടും. അവിടെ ആ കറൻറ്റ് മാക്സിമം ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ LCR സർക്യൂട്ട് റെസണൻസ് കണ്ടീഷനിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആ മാക്സിമം കറൻറ്റിനെ I0 എന്ന് പറഞ്ഞെടുക്കുകയാണ്. I0 മാക്സിമം കറൻറ്റ് E0 മാക്സിമം EMF ഡിവൈഡഡ് ബൈ Z. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ LCR സർക്യൂട്ട്. മാക്സിമം കറൻറ്റ് സാധാരണ ഓംസിലോ അനുസരിച്ച് നമുക്ക് എഴുതാവുന്നതാണ്. കറൻറ്റ് EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. സോ മാക്സിമം കറൻറ്റ് മാക്സിമം EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ LCR സർക്യൂട്ട്. മാക്സിമം കറൻറ്റിനെ I0 എന്ന് എടുക്കുന്നു, മാക്സിമം EMFനെ E0 എന്ന് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ Z. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. ഇംപീഡൻസ് എന്നാണ് ആ റെസിസ്റ്റൻസിന് നമ്മൾ വിളിക്കുന്നത്. I0 =E0 by Z. Z ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. √R² + XL - XC ഹോൾ സ്ക്വയർ. സോ I0 =E0 by √R² + XL - XC ഹോൾ സ്ക്വയർ. ഇനി I0ക്ക് മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? E0യെ ഇനിയും കൂട്ടാൻ പറ്റില്ല. കാരണം E0 എന്ന് പറയുന്നത് അവിടെയുള്ള EMFൻ്റെ മാക്സിമം വാല്യൂ ആണ്. ഇനി E0യെ നമുക്ക് കൂട്ടാൻ പറ്റില്ല. I0ക്ക് മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ രണ്ട് മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ന്യൂമറേറ്ററിനെ കൂട്ടണം, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ കുറയ്ക്കണം. ന്യൂമറേറ്ററിനെ ഇനി കൂട്ടാൻ പറ്റില്ല, കാരണം E0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് EMF ആണ്, ഡിവൈഡഡ് ബൈ. ഇനി നമ്മുടെ മുമ്പിലൊരു വഴി എന്താണ്? ഡിനോമിനേറ്ററിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ആ LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് Rനെയോ XLനെയോ XCയോ 0 എന്ന് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം അവരെങ്ങനെ പോയി കഴിഞ്ഞാലും കുറച്ച് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. മറ്റേതെങ്കിലും മാർഗത്തിൽ നമുക്ക് ഡിനോമിനേറ്ററിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുമോ? ശരിക്കും നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് തൊട്ട് മുമ്പേ പഠിച്ചതാണ്. നോക്കാം നമുക്ക്.
വെൻ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി. ഇവിടെ ആരും 0 അല്ല, ആറോ എക്സ് എല്ലോ എക്സ് സിയോ 0 അല്ല, പക്ഷേ ഒരു കണ്ടീഷൻ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി. ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും സെയിം ആണെങ്കിൽ, ഈക്വൽ അവരുടെ 0 എന്ന് പറഞ്ഞിട്ടില്ല, സെയിം ആകാം. എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി അല്ലെങ്കിൽ എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ. എക്സ് എല്ലിന് പകരം എൽ ഒമേഗ കൊടുക്കാം, എക്സ് സിക്ക് പകരം 1/c ഒമേഗ കൊടുക്കാം. ഈ ഒരു ഇക്വേഷനിൽ ഡിനോമിനേറ്റർ ആയിട്ടുള്ള √r² പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയറിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടേം 0 ആയിട്ട് പോകും. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇസഡ് ഈക്വൽ ടു എന്തായിട്ട് മാറും, √r² ആയിട്ട് മാറും, അതായത് 6 ആയിട്ട് മാറും. ദെൻ ഇംപീഡൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. അപ്പോൾ ഐക്ക്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന മാക്സിമം കറണ്ട് I0ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇക്വേഷൻ? I0 ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന എക്സ് എൽ മൈനസ് എക്സ് സി വാനിഷ് ആയി പോകും, √r² മാത്രമാകും, 6 മാത്രമാകും. ദെൻ I0 ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ R. ഇപ്പോഴാണ് നമുക്ക് I0ക്ക് ഏറ്റവും വലിയ വാല്യൂ കിട്ടുക, മാക്സിമം വാല്യൂ കിട്ടുക. I0 ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു LCR സർക്യൂട്ട് റെസണൻസിലാകണമെങ്കിൽ മാക്സിമം കറണ്ട് ആ LCR സർക്യൂട്ടിൽ നിന്ന് കിട്ടണം. മാക്സിമം കറണ്ട് കിട്ടണമെങ്കിൽ റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കണം. റെസിസ്റ്റൻസ് മിനിമം ആകണമെങ്കിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ആ LCR സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്ന കറണ്ട് I0 ഈക്വൽ ടു E0 ബൈ R ആയിരിക്കും. ഇസഡിന് പകരം 6 കൊടുക്കാം. അതാണ് ആ കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ. ഒന്ന് തിരിച്ചു പറയാം, നമുക്ക് ഒരു LCR സർക്യൂട്ടിനെ റെസണൻസ് കണ്ടീഷനിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? എക്സ് എൽ ഈക്വൽ ടു എക്സ് സി അല്ലെങ്കിൽ എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ. അതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഒരു കൺക്ലൂഷൻ. സോ കണ്ടീഷൻ ഫോർ റെസണൻസ് ഈസ് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ഓർ എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ. നമ്മുടെ കയ്യിലൊരു LCR സർക്യൂട്ട് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് മാക്സിമം കറണ്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? LCR സർക്യൂട്ടിലെ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും ഈക്വൽ ആക്കി വെച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ആ സീരീസ് LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏറ്റവും കുറവും അതിൽ നിന്ന് കിട്ടുന്ന കറണ്ട് ഏറ്റവും മാക്സിമവും ആയിരിക്കും. ആ LCR സർക്യൂട്ട് നിങ്ങൾക്ക് റെസണൻസിലാണെന്ന് പറയാം. അല്ലെങ്കിൽ വളരെ ചെറിയ രൂപത്തിൽ പറയാം, ഈഫ് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ഓർ എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ, then the LCR circuit is said to be in resonance condition. റെസണൻസ് കണ്ടീഷനിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ എക്സ് എല്ലിന് പകരം എൽ ഒമേഗ കൊടുക്കുക, എക്സ് സിക്ക് പകരം 1/c ഒമേഗ കൊടുക്കുക. എക്സ് എൽ ഈക്വൽ ടു എക്സ് സി അല്ലെങ്കിൽ എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ ആണ് എന്ത്? ഒരു LCR സർക്യൂട്ടിനെ റെസണൻസ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ റെസണൻസ്. അതാണ് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി അല്ലെങ്കിൽ എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ. ഈ രണ്ടാമത്തെ ടൈം എടുക്കുക, എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ. അതിൽ ഒമേഗയെ ലെഫ്റ്റിലേക്കും കൊണ്ടുപോവുക, എല്ലിനെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോവുക. എന്തുവരും ബാക്കി? ഓർ എൽ ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഒമേഗ സ്ക്വയർ. ഇവിടെയുള്ള ഒരു ഒമേഗയെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, ലെഫ്റ്റിൽ ഓൾറെഡി വേറൊരു ഒമേഗയുണ്ട്, അപ്പോൾ 2 ഒമേഗയും കൂടി ഒമേഗ സ്ക്വയർ ആകും. എല്ലിനെ റൈറ്റിലേക്ക് ഡിനോമിനേറ്ററിലേക്കാണ് പോവുക, 1/LCയും ആവും. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1/LC. അല്ലെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് വരും? √1/LC. √1 ഡിവൈഡ് ബൈ √LC. √1 തന്നെയാണ്. സോ ഒമേഗ ഈക്വൽ ടു 1/√LC. ഇത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഒരു LCR സർക്യൂട്ട് റെസണൻസ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള ആംഗുലർ ഫ്രീക്വൻസിയാണ് ഒമേഗ, വിച്ച് ഇസ് ഈക്വൽ ടു 1/√LC. ഇവിടെ റെസിസ്റ്റൻസുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസുമാണ് ആംഗുലർ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ആളുകൾ. ഇനി ഈ ആംഗുലർ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 2π/t എന്ന് എഴുതാം, അല്ലെങ്കിൽ 2πf എന്ന് എഴുതാം. സോ 2πf ഇസ് ഈക്വൽ ടു ഒമേഗയ്ക്ക് പകരം, ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയാണ്,
ആ ആംഗുലർ ഫ്രീക്വൻസിക്ക് പകരം 2πf എന്ന് എഴുതി. എഫ് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള ഫ്രീക്വൻസിയാണ്. 1/D എന്ന് പറയുന്ന സാധാരണ ഫ്രീക്വൻസി. സോ 2πf is equal to 1/√LC. 2π റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എഫ് മാത്രമായിട്ട് കിട്ടും. എഫ് is equal to 1/2π × √LC. ഇത് നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഇത് സാധാരണ ഫ്രീക്വൻസിയാണ്. ആംഗുലർ ഫ്രീക്വൻസി ആണെങ്കിലും എല്ലിനെയും സീനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എഫ് ആണെങ്കിലും എല്ലിനെയും സീനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ റെസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോക്കാം. ഇനി the frequency at which the current attains a peak value is called resonant frequency. റെസണൻസ് കണ്ടീഷനിലാണെങ്കിൽ അവിടെയുള്ള ഫ്രീക്വൻസി ആംഗുലർ ഫ്രീക്വൻസി 1/√LCയും സാധാരണ ഫ്രീക്വൻസി 1/2π√LCയും ആയിരിക്കും. അത് തിരിച്ചു പറയാം. ഫ്രീക്വൻസി 1/2π√LCയോ അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി 1/√LCയോ ആണെങ്കിൽ അവിടെയുള്ള LCR സർക്യൂട്ട് റെസണൻസിലായിരിക്കും. ഒരിക്കൽ കൂടി പറയാം. ഒരു LCR സർക്യൂട്ട് റെസണൻസിലാണെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി 1/√LCയും സാധാരണ ഫ്രീക്വൻസി 1/2π√LCയും ആയിരിക്കും. ഇതേ സ്റ്റേറ്റ്മെൻറ്റിന് തിരിച്ചു പറയുക. അവിടെയുള്ള ആംഗുലർ ഫ്രീക്വൻസി 1/√LCയോ അല്ലെങ്കിൽ സാധാരണ ഫ്രീക്വൻസി 1/2π√LCയോ ആണെങ്കിൽ അവിടെ LCR സർക്യൂട്ട് റെസണൻസ് കണ്ടീഷനിലായിരിക്കും. നമുക്ക് കിട്ടുന്ന കറൻറ്റിന് മാക്സിമം വാല്യൂ ആയിരിക്കും. അത്തരത്തിലുള്ള ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് റെസണൻറ്റ് ഫ്രീക്വൻസി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഫിന് സഫിക്സ് ആയിട്ട് 6 കൊടുക്കാം. അതൊരു റെസണൻറ്റ് ഫ്രീക്വൻസി ആണെന്ന് കാണിക്കുന്നതിനായി ആ ഫ്രീക്വൻസിയുടെ താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 കൊടുക്കാം. അതുപോലെ തന്നെ ആംഗുലർ ഫ്രീക്വൻസിക്കും ഒരു സഫിക്സ് ആയിട്ട് വേണമെങ്കിൽ 6 കൊടുക്കാം. ഇവിടെ റെസണൻറ്റ് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഇത് സാധാരണ റെസണൻറ്റ് ഫ്രീക്വൻസി. ലാസ്റ്റത്തെ സെൻറ്റൻസ് ഒന്നും കൂടി വായിച്ച് നോക്കുക. ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ കറൻറ്റ് അറ്റൈൻസ് എ പീക്ക് വാല്യൂ ഈസ് കോൾഡ് റെസണൻറ്റ് ഫ്രീക്വൻസി. ഏത് ഫ്രീക്വൻസിയിലാണോ കറൻറ്റിന് മാക്സിമം വാല്യൂ ഉണ്ടാകുന്നത് ആ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് റെസണൻറ്റ് ഫ്രീക്വൻസി. കറൻറ്റിന് മാക്സിമം വാല്യൂ കിട്ടുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ റെസണൻറ്റ് കണ്ടീഷനാണ്. അതായത് റെസണൻസ് കണ്ടീഷനിൽ മാക്സിമം കറൻറ്റ് കിട്ടുന്നു. മാക്സിമം കറൻറ്റ് കിട്ടുന്ന ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് റെസണൻറ്റ് ഫ്രീക്വൻസി. 2 ടൈപ്പ് റെസണൻറ്റ് ഫ്രീക്വൻസി നിങ്ങൾക്ക് പറയാം. ഒന്ന് ആംഗുലർ ഫ്രീക്വൻസിയുടെ ടേംസിലും പറയാം, ഒന്ന് സാധാരണ ഫ്രീക്വൻസിയുടെ ടേംസിലും പറയാം. ആംഗുലർ ഫ്രീക്വൻസി ആണെങ്കിൽ 1/√LCയും സാധാരണ ഫ്രീക്വൻസി ആണെങ്കിൽ 1/2π√LCയുമാണ് റെസണൻസ് ഫ്രീക്വൻസീസിനുള്ള ഇക്വേഷൻസ്.